ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ കോസി ഹോം. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ടെറേസ് ഗാർഡൻ കാണിച്ചില്ലേ, ഇനി ബാക്കിയുള്ള കുഞ്ഞു ഗാർഡനും കൂടി കാണിക്കാം. ടെറേസ് ഗാർഡൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല. അപ്പോൾ സ്റ്റെപ്പിലും പാരപ്പറ്റ് വോളിലൊക്കെ പോട്ടൊക്കെ വെച്ചൊരു ചെറിയ ഗാർഡൻ വിടും. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മുറ്റമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഫ്രണ്ട് ഗേറ്റ്. അടുത്ത് തന്നെ റോഡാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് റോഡാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ അധികം ചെടിയൊന്നുമില്ല. ഞങ്ങളിവിടെ റെൻറ്റിന് കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ 2 റിയോ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്ലാന്റ്സൊക്കെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലാണ്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി എത്തുമ്പോൾ ഇവിടെ ഒരു വാളുണ്ട്. അവിടെ ഒരു ഫിലോഡെൻഡ്രോൺ, പിന്നെ ഈ വാളിൽ ഇങ്ങനെ ഒരു ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് മണി പ്ലാന്റൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ചെടികൾ കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് ഒരു ചെമ്പരത്തി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഫ്ലവർ കുറവാണ്. ചില സമയത്തൊക്കെ ഒരുപാട് ഫ്ലവർ ഉണ്ടാകാറുണ്ട്. ഒരു 10 കൂടുതൽ ഫ്ലവറൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ഇന്നലെ വിരിഞ്ഞ ഫ്ലവറാണ്. ഇതെല്ലാം വാടിപ്പോയി. ഇന്നിപ്പോൾ ഒരു ഫ്ലവറേ വിരിഞ്ഞിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കറ്റാർവാഴയുണ്ട്. പിന്നെ അവിടെയുണ്ട് ഒരു കറ്റാർവാഴ. ഇവിടെ കുറേ കറ്റാർവാഴയുണ്ട്. പിന്നെ ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ 4 മണിച്ചെടി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത് ഇവിടെ കുറച്ച് ടേർട്ടിൽ വൈനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ 2-3 പോട്ടിൽ ഞങ്ങൾ പോട്ടിലാക്ക വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് റെയിൻ ലില്ലിയാണ്. വേനൽക്കാലം ആയതുകൊണ്ട് ഇത് ഇപ്പോൾ പൂത്തിട്ടൊന്നുമില്ല. ഇനി ജൂൺ ജൂലൈ ആകുമ്പോഴേ ഇതിനി പൂക്കും. പിന്നെ വാണ്ടറിങ് ജൂ, കോസ്മോസ്, വെനിക്ക, കലീസിയ റിപ്പൻസ്. പിന്നെ ഇവിടെ ഞങ്ങൾ വീണ്ടും 2-3 ഹാങ്ങിങ് പോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ വാണ്ടറിങ് ജൂ ഉണ്ട്. പിന്നെ 2 ടേർട്ടിൽ വൈൻ. ഈ ടേർട്ടിൽ വൈൻ ഈ മൊത്തം ലൈനിലാക്കാനിരിക്കാം. പിന്നെ ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഒരു കോലിയസും ഉണ്ട്. കൂടാതെ ഇവിടെ താഴെ ബട്ടൺ റോസ് ഉണ്ട്. ഇത് നല്ല രസമാണ്. പിന്നെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്. പിന്നെ ഇവിടെ താഴെ എക്സോറ, റസീന, ഡിഫൻബാക്കിയ. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ് അല്ല, വീഡ്സാണ്. നമ്മുടെ തോടിൻ്റെ വക്കിലെല്ലാം കാണപ്പെടുന്ന ചെടിയിലെ നമ്മുടെ കൈകളിലെല്ലാം ഒട്ടിക്കാൻ നോക്കുന്ന അങ്ങനത്തെ ചെടി. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ അത് ശരിക്കും വളരുന്നില്ല. നമ്മൾ വെറുതെ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറെ ചെടികളും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പുറത്തൊരു ഗണേശൻ്റെ വിഗ്രഹം, അതിൻ്റെ കൂടെ കുറച്ച് വേറെ ചെടികളും. ഇവിടെ ഒരു ടേർട്ടിൽ വൈനും കൂടിയുണ്ട്. പിന്നെ മണി പ്ലാന്റ്. പിന്നെ ഇവിടെ ഒരു കലത്തിന് ഗോൾഡൻ പെയിൻ്റ് അടിച്ച് അതിൽ സ്പൈഡർ പ്ലാന്റ് വെച്ചിരിക്കുക. അതിൻ്റെ കൂടെ 2 അരീക്ക ഫാമും കൂടെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ചെടികൾ. ഈ ഒരു ഗ്രില്ലിൽ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോട്ടും മക്രാമലും ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു പ്ലാന്റ് വെറുതെ ഒരു ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രം വെച്ചതാണത്. പിന്നെ അതുപോലെ തന്നെ ഈ പോട്ടും ഇത് അങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ പോട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വിനയേട്ടനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ പോട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുവാനും. പിന്നെ ഈ ചെടികളൊക്കെ അധികവും നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള
നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന ചെടികളാണിത്. ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് വയലറ്റ് ആണ്. ഇനിയും നമുക്ക് സെക്കൻഡ് ഫ്ലോറിലുള്ള ചെടികൾ കാണാം. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് പുറത്തു കൂടിയും സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പുറത്തെ സ്റ്റെപ്പിൽ ആണ് ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ടൊരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിൽ ഞങ്ങൾ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ലൈനേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ ഈ ഗ്രില്ല് കംപ്ലീറ്റ് ആയിട്ട് വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പം ഇവിടെ ഉള്ള ചെടികൾ എന്ന് പറയുമ്പോൾ മണി പ്ലാന്റ് ഉണ്ട്, റിയോ, സ്പൈഡർ പ്ലാന്റ്, കോളിയസ്, കള്ളീസിയ, ഇങ്ങനെയുള്ള ചെടികളാണ് ഇവിടെ വച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റിയോ ഒക്കെ ആദ്യം എന്തോ ഒരൊറ്റ പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഈ ചെടികൾ ഇത്രയും ഉണ്ടാക്കിയത്. പിന്നെ അതുപോലെ തന്നെ ഈ കോളിയസ് ആണെങ്കിൽ അതൊക്കെ ഒരു ചെറിയൊരു പ്ലാന്റ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ ഒന്നിൽ നിന്നാണ് ഇത്രയധികം നട്ടത്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ ചെടികൾ കാണാം. ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്, റൈറ്റിലേക്കും ഒരു വഴിയുണ്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാൻ. ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രോട്ടനുണ്ട്, പിന്നെ ഒരു ഡേറ്റ് ഞങ്ങൾ വാങ്ങിച്ചതല്ല. ഇത് 3-4 വർഷമായത്. ഞങ്ങൾ ഡേറ്റ് കഴിച്ചിട്ട് ഒരു സീഡ് ഇങ്ങനെ ഇട്ടതാണ്. അതിങ്ങനെ മുളച്ച് വന്ന് ഇത്രയായി. പക്ഷേ ഇത് വളർച്ച ഭയങ്കര സ്ലോ ആണ്. പക്ഷേ ചുമ്മാ ഒരു രസത്തിന് ഇവിടെ വെച്ചിരിക്കുക. പിന്നെ ഇവിടെ ഒരു ഡെയിലിയുണ്ട്, കോലിയസ്, കോസ്മോസ്, അമേരലിസ് കുറച്ച് 4 ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കയറിക്കഴിഞ്ഞാൽ ജെറേനിയം ഒക്കെ ഇനി പൂക്കാറായി. സമ്മറാകുമ്പോൾ ഇതൊക്കെ നല്ലോണം പൂക്കും. പിന്നെ ഇവിടെ 2-3 വെറൈറ്റി ചെമ്പരത്തി ഉണ്ട്. ഒന്ന് ഓറഞ്ച്, ഇത് റെഡാണ്, പിന്നെ ഇതൊരു പിങ്ക്, പിന്നെ ഈ സൈഡിൽ ബൊഗെയിൻവില്ലയുണ്ട്. ബൊഗെയിൻവില്ല 3 വെറൈറ്റി ഉണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായത് ഞങ്ങൾ റോഡ് സൈഡിൽ നിന്നൊരു ബൊഗെയിൻവില്ലേൻ്റെ കമ്പ് പൊട്ടിച്ച് കൊണ്ടുവന്നെയാണ്. അപ്പോൾ അതിപ്പോൾ വേരൊക്കെ പിടിച്ച് പൂക്കാൻ തുടങ്ങി. പിന്നെ കൂടാതെ ഈ സൈഡിൽ വെളുത്ത ബൊഗെയിൻവില്ല, പിന്നെ ഇതൊരു പിങ്ക് ബൊഗെയിൻവില്ലയാണ്. അതിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞു. ഫ്ലവറിങ് ഇപ്പോൾ ഒരു 10 ദിവസം ഫ്ലവർ ചെയ്യും, പിന്നെ അതൊക്കെ പോകും. വീണ്ടും ഒരു 10-20 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പം ഒരു സൈക്കിൾ കഴിഞ്ഞിരിക്കുക, പുതിയ പൂക്കളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെമ്പകമുണ്ട്, പ്ലുമേരിയ, ലില്ല, ജാസ്മിൻ, 2 വെറൈറ്റി ജാസ്മിനുണ്ട്. ഇത് കുറേ ബഡ്സൊക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു വെറൈറ്റി ജാസ്മിൻ. പിന്നെ ഈ പാരാപ്പൈറ്റിൽ മുകളിൽ ഞങ്ങളിങ്ങനെ കുറേ തൈരിൻ്റെ ഡബ്ബയുണ്ടായിരുന്നു. അതിൽ മണ്ണ് അരച്ച് കുറേ പോർട്ടുലാക്ക നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ മോർണിംഗ് ഗ്ലോറിയൊക്കെ ഉണ്ട്. ഞങ്ങളെ ഒരു വോളിൻ്റെ സൈഡിലായി മോർണിംഗ് ഗ്ലോറി വെച്ചിരിക്കുക. മോർണിംഗ് ഗ്ലോറി രാവിലെ ഇങ്ങനെ പൂത്തിയെടുക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഈ വാള് മൊത്തം മോർണിംഗ് ഗ്ലോറി കവർ ചെയ്യാനാണ് ഉദ്ദേശം. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടുണ്ട്, അടുത്ത മറ്റേ സൈഡിലും ചെയ്യണം. എന്നാൽ ഇത് ആദ്യം സീഡ് വെച്ചിട്ട് മുളപ്പിച്ച് ഇപ്പോൾ അതൊക്കെ പോയിട്ട് വീണ്ടും മുളച്ച് വന്നതാണ്. ക്യാരറ്റുണ്ട്. ക്യാരറ്റിൻ്റെ അധികം വിത്തൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒന്ന് മാത്രമേ ഇട്ടില്ല, അത് മുളച്ച് വന്നിട്ടുണ്ട്. ഇത് ഗാർലിക് ക്രീപ്പറുണ്ട്. ഗാർലിക് ക്രീപ്പർ ഇപ്പോൾ പൂത്തില്ല, പക്ഷെ പൂക്കുമ്പോൾ നല്ല രസം. ഇലച്ചെടികൾ. ഇവിടെ ക്ലൈംബിംഗ് റോസ് ഉണ്ട്,
പിന്നെ രജനീഗന്ധ ഒരു സീസൺ കഴിഞ്ഞു. നല്ല ഫ്ലവറും നല്ല മണമില്ല പൂവാതെ അതിൻ്റെ സീസൺ കഴിഞ്ഞു. പിന്നെ ഇതൊരു പൂവില്ല ചെടിയാണ്, ജെറേനിയം. ഹോളിഹോക്ക് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചതാണ്, അതിനും ആയില്ല ഫ്ലവറിങ് ആവാൻ. പിന്നെ അരേക്ക പാം, അഡേനിയം, ഫിലോഡെൻഡ്രോൺ, റോസസ് ഉണ്ട്. റോസ് ഞങ്ങൾ കുറേ പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുക, അതിന് ഫ്ലവർ ആവാൻ സമയമായി. അപ്പോൾ ബഡൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ 2-3 ആഴ്ചയിൽ ഇവിടെ മൊത്തം ഫ്ലവർ ആയിരിക്കും. 2-3 വെറൈറ്റി റോസ് ഉണ്ട് ഇവിടെ, വല്ലാണ്ട്. ഈ പാരാപൈഡിൽ ഗാർലിക് ക്രീപ്പറുണ്ട്. ഇത് ക്ലിമാറ്റിസ്. ഇതിന് നല്ല വൈറ്റ് കളറുള്ള ഫ്ലവറാണ് ഉണ്ടാവുന്നത്. ഇത് ഫ്ലവറൊക്കെ ഒരിക്കൽ ഉണ്ടായി, ഇപ്പം പുതിയ ഇലകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊരു ക്ലൈംബറാണ് ഈ ചെടി. പിന്നെ ഇത് കോളിയസ്, ഇതും കോളിയസിൻ്റെ വേറെ ഉണ്ട്. പിന്നെ ഇത് ഡാലിയാണ്. ഇത് ഡാലിയൻ്റെ ഫ്ലവറൊക്കെ വന്നിട്ട് പോയി. പിന്നെ ഇത് ഗ്ലാഡിയോലസ്, അതുപോലെ തന്നെ ഗ്ലാഡിയോലസിന് പൂക്കളൊക്കെ വന്നിരുന്നു. ഇവിടുന്ന് മണ്ണിൽ നിന്ന് ഒരു പാഷൻ ഫ്രൂട്ട് മുളച്ച് വന്ന് അതിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പടരുന്നുണ്ട്. പിന്നെ ഇത് ഡ്രസീനിയ, ഇത് അലോക്കേഷ്യ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടാവും അല്ലേ. ഇവിടെ ബാംഗ്ലൂരിലൊക്കെ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര വിലയാണ്. ഇത് ഗ്ലാഡിയോലസ്. ഇതിൻ്റെ ഫ്ലവറൊക്കെ ഒരിക്കൽ വന്ന് കഴിഞ്ഞു. പിന്നെ നല്ല വൈറ്റ് കളറുള്ള ഫ്ലവറായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഫ്ലവർ ഒരാഴ്ചയെങ്കിലും നിൽക്കും. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ ഫ്ലവറെല്ലാം പോയ സമയത്ത് ഇതെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലവർ ആയ സമയത്ത് നമുക്ക് കോവിഡൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചെടികളൊന്നും അങ്ങനെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതിലൊക്കെ ആദ്യം ഫ്ലവർ വന്ന വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ക്രോട്ടൺ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിപ്പം മിൽക്കി മിസ്റ്റിൻ്റെ പോട്ടാണ്. അത് പെയിൻ്റ് അടിച്ച് നമ്മൾ അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് ചെടികൾ നട്ടു. ഇത് കലേഡിയം, നമ്മുടെ നാട്ടിലെല്ലാം ധാരാളം കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. ചെടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വീടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. കാരണം നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട് ഇത്. പക്ഷേ ഇവിടെ ബാംഗ്ലൂരിലൊക്കെ ചില നഴ്സറിയിലൊക്കെ ഇത് വിൽക്കാറുണ്ട്. കാരണം ഇവിടെ ഇതൊന്നും അധികം ഇല്ല. പിന്നെ ഇംപേഷ്യൻസ്, അങ്ങനെ കുറച്ച് ചെടികൾ നമ്മളിവിടെ വച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഈ ഒരു പോട്ടിൽ ഞങ്ങൾ 2-3 ചെടി നട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് ഏഷ്യാറ്റിക് ലില്ലിൻ്റെ ബൾബ് മേടിച്ചിരുന്നു. അപ്പോൾ ആ ബൾബൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലാഡിയോലസ് ഉണ്ട്, പിന്നെ പപ്പായ തന്നെ മുളച്ച് വന്നത്, അതും ഇവിടെ ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു വലിയൊരു സ്ക്വയർ ബോക്സിൽ ടേർട്ടിൽ വൈൻ, പിന്നെ ഇവിടെ ജെറേനിയം, പിന്നെ വീണ്ടും കുറച്ച് ടേർട്ടിൽ വൈൻ. സൈഡിൽ ഞങ്ങൾ സീഡ്സ് നട്ട് മുളച്ച് വന്ന സെലോഷ്യ ഉണ്ട്. ഇതൊക്കെ ഇനി മാറ്റണം. പിന്നെ ഇവിടെ കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ സൈഡിലെ മൊത്തം റിവ്യൂ. ബാംഗ്ലൂരിൽ മണ്ണില്ല, പക്ഷേ കുറേ പൊടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും പൊടിയൊക്കെ കാണാം. അത് എത്ര കഴുകിയാലും പോയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ. ഞങ്ങളുടെ കുറച്ചും കൂടി ചെടികളുണ്ട് ഞങ്ങളുടെ ബാൽക്കണിയിലാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ. ഒരു കാര്യം, ഞങ്ങൾ ടെറസ് ഗാർഡൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാത്തവർ കാണണം. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ശരി, ബൈ.